ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി അൽഫാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അൽഫാമാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ചിക്കൻ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നമ്മുടെ കയ്യിൽ ഏത് പീസാണെന്നുണ്ടെങ്കിലും ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമ്മൾ വീട്ടിലുണ്ടാക്കാനല്ലേ, നമുക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുന്നപ്പോൾ അത് വെച്ചിട്ടൊന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞാൻ എന്താ ചിക്കനിൽ മുഴുവൻ ഇങ്ങനെ വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി നമ്മൾ വരയിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ഒരു കനലിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താലും മതി കേട്ടോ. എങ്ങനെ ചെയ്താലും ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം, അല്ലെങ്കിൽ മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മുഴുവൻ പീസ് എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വീണ്ടും കഴുകി വെക്കാം. കാരണം ഞാനൊന്ന് കഴുകി വെച്ചതാണ്, പക്ഷേ ഒന്നും കൂടി ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വാരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ കോഴിയൊക്കെ ഒന്ന് വെള്ളം വാർന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊക്കെ നല്ലോണം ഒന്ന് അരച്ച് കൊടുക്കണ്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പം എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കളറിനായിട്ട് ഇതാ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. റെഡ് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതാ കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ആക്കി എടുക്കുന്നത്. ഇനി നമ്മൾ ഈ മസാല നല്ലോണം മിക്സ് ആക്കി കൊടുക്കണ്ടോ. അതിനുശേഷം നമ്മൾ ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മസാല തേച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ ഓരോ പീസ് ഇട്ടിട്ട് ഇങ്ങനെ മാറ്റി വെച്ചാലും മതി, അല്ല ഒന്നിച്ചങ്ങനെ ഇട്ടിട്ട് ഒന്നിച്ചങ്ങനെ മസാല തേച്ച് കൊടുത്താലും മതി കേട്ടോ. എന്തായാലും മസാല മൊത്തത്തിൽ ചിക്കനിൽ നല്ലോണം ആയി കിട്ടണം കേട്ടോ. അതിന് പോലത്തെ മസാല നമ്മൾ ഈ ചിക്കനിൽ ആക്കി കൊടുക്കണം. അങ്ങനത്തെ ആ ചിക്കനിൽ ഞാനിങ്ങനെ മൊത്തം മസാല ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന്നൊരു 3-4 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ചിക്കനിൽ മൊത്തം അങ്ങനെ മസാലയൊക്കെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മസാല തേച്ച ചിക്കന് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചിട്ടും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയായി കിട്ടും. അല്ല ഏറ്റവും കൂടുതൽ ടൈം വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ടേസ്റ്റിൽ വ്യത്യാസം വരും കേട്ടോ. പക്ഷേ നമ്മൾ എന്തായാലും 2 മണിക്കൂറൊക്കെ വെച്ചാൽ തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് ശേഷം എടുത്തിട്ട് ഇതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിരുന്നു. ആ പാനിൽ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 2-3 ഡ്രോപ്സ് പോലെ അങ്ങനെ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം കൂടുതലായിട്ടൊന്നും വേണ്ട, നമ്മളിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കല്ലേ അൽഫാമൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്യാതെ പാനിൽ ചെയ്യുന്ന രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ പാൻ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അതിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചൂട് നല്ലോണം കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതൊരു 3 മിനിറ്റൊക്കെ നമ്മൾ നല്ല തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും ഇത് ആ ഭാഗം തന്നെ അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ആ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ആ ഭാഗം വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അത് തിരിച്ചിട്ടിട്ട് പഴയ പോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് നല്ലോണം തീ കൂട്ടിയിട്ട് പിന്നെ ഒരു 3 മിനിറ്റിന് ശേഷം തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ആ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ 2 ഭാഗവും നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ അതിലെ വെള്ളം ഇനി കുറച്ചൊക്കെ ഉണ്ടാവും, അപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തീ കുറച്ചിട്ട് കുറച്ച് സമയം നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഗ്രില്ലിൽ വെച്ചുണ്ടാക്കുന്ന അൽഫാമിൻ്റെ അതേ ടേസ്റ്റോട് കൂടിയും അതേ രൂപത്തിലും നമ്മൾ ഈ അൽഫാം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെ ഉണ്ടോ ഈ മസാലയൊക്കെ വെച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവുന്ന മസാലയും ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ അൽഫാമൊക്കെ നല്ലോണം റെഡി ആയിട്ട് വരുന്നുണ്ട്.
തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഇതാ കുറച്ച് സമയം കഴിയുമ്പോൾ അൽഫാമത്തെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അൽഫാം നല്ല അടിപൊളി സ്മെല്ലും അടിപൊളി സ്വാദോട് കൂടിയിട്ട് അങ്ങനെ റെഡി ആവുന്നുണ്ടേ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതാ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അൽഫാമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയ അൽഫാമിനും. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്